കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ കൂടി ഒരു പ്രഭാതത്തിൽ ഉണർന്നുകൊണ്ട് നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചു. നിങ്ങളെ ഉണർത്തിയ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല ഒരു വർഷം ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. നമ്മൾ സ്നേഹിച്ചവരും പ്രിയം വെച്ചവരും നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ലോകം വിട്ട് മൺമറഞ്ഞു പോയ സ്ഥാനത്ത് ദൈവം നമുക്ക് ആരോഗ്യവും ബലവും ആയുസ്സും തന്ന് ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് പ്രഭാതത്തിൽ നന്ദിയോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടുകൂടെ തിരുവചനം ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 തൊട്ട് 13 വരെ ഇതിന്റെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്: ക്രിസ്തീയ സ്വഭാവത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിന് ആധാരമാക്കിയുള്ള വാചനമാണ് ഇവിടെ ഞാൻ വായിക്കുന്നത്. എഫേസ്യർ 4:12-13 വാക്യങ്ങൾ. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കാവും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു തിരുവചനമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇവിടെ എല്ലാവരും ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവിക സ്വഭാവത്തിനും ദൈവികമാകുന്ന ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലും ജീവിക്കുവാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ആത്മാർത്ഥതയുടെ കുറവെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ജീവിതത്തിൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ കഴിയുകയില്ല. പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു. പ്രാർത്ഥന അവന്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം രോഗത്തെ അവിടുന്ന് സൗഖ്യമാക്കി കൊടുക്കുന്നു. അവന്റെ ജീവിത മണ്ഡലം പോലും മാറ്റിമറിക്കുന്നതായ ഒരു അനുഭവമാണ് പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കുറയുന്നു. പ്രാർത്ഥനയോടുള്ളതായിരിക്കുന്ന അഥവാ ദൈവത്തോടുള്ളതായിരിക്കുന്ന ആത്മാർത്ഥത അവിടെ കുറയുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നസങ്കീർണമാകുന്ന ആ അനുഭവത്തിൽ കൂടെ അനേകരും നീങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിൽ ചോദിക്കുന്നതായ നമ്മൾ നനയ്ക്കുന്നതായ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിൽ കൂടെ ദൈവം നൽകും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ചോദിക്കുന്ന ദൈവം നമുക്ക് നൽകും. അവൻ അത്യന്തപരമായി നമ്മെ നടത്തുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ദൈവത്തോട് നാം സംസാരിക്കുന്നതാണ്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മോടും സംസാരിക്കും. അപ്പോൾ നമ്മുടെ സങ്കടയാചനകളെ നിങ്ങളുടെ ഭാരം എല്ലാം അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ കൂടെ നിന്റെ സങ്കടങ്ങളെ ദാനിയേൽ പ്രാർത്ഥിച്ചു കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാവീദ് അവന്റേതായിരിക്കുന്ന ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും കർത്താവുമായി എപ്പോഴും പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമുക്കും നമ്മുടെ കർത്താവിനോട് പങ്കുവെക്കാം നമ്മുടെ ഭാരം, നമ്മുടെ സങ്കടം, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ. ഈ കണ്ണുനീരൊക്കെയും ഒരിക്കലും ദൈവം നിരസിക്കുകയില്ല. അത് തുരുത്തിയിൽ പകർന്ന് ഒരിക്കൽ നിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന് ദൈവത്തിന് സ്തോത്രം അളന്ന് പ്രതിഫലം തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അളന്നുകൂടാത്ത പ്രതിഫലത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം അപ്രകാരം ദൈവത്തോട് മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്നവരാണ്. അതുമല്ല നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുക? ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിൽ കൊടുക്കുക. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നിന്റെ അപ്പം വെള്ളത്തിന്മേലെറിയുക, അത് ഏറി നാൾ കഴിഞ്ഞാലും അത് മടങ്ങി വരും, അത് സമാപ്തിയിൽ എത്തും, അതിന്റെ പ്രവൃത്തി നിറവേറുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് നിന്റെ ആഗ്രഹം, നിന്റെ സങ്കടം കർത്താവിനോട് ബോധിപ്പിച്ചാൽ ഇന്നല്ല നാളെയല്ല നിവർത്തിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും കർത്താവിന്റെ സമയമാകുമ്പോൾ അത് മടക്കി ദൈവം നൽകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, നാം ഈ ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എന്താണ് ദൈവിക വാഗ്ദത്തങ്ങൾ? അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും മരിച്ചുപോയതായ മൺമറഞ്ഞുപോയ എന്നുള്ള പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തമല്ല, അവർക്ക് കൊടുത്ത വാഗ്ദത്തവും നമുക്കും ദൈവത്തിന് സ്തോത്രം അത്രമാത്രം വലിയ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്കും നൽകുവാനിടയായി തീരും. നമ്മൾ ഓർക്കും ഒരുപക്ഷെ അവർക്ക് മാത്രമേ ഉള്ളൂ വാഗ്ദത്തങ്ങൾ. പക്ഷേ വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നില്ല.
വാഗ്ദത്തത്തിന്റെ ആ അനുഗ്രഹത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് പല വാഗ്ദത്തങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും നമുക്ക് തടസ്സമായി നിൽക്കുകയാണ്. അതുകൊണ്ട് 2025 ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുന്നുവോ, ദൈവം കഴിഞ്ഞ നാളിൽ 2024 തന്ന വാഗ്ദത്തങ്ങൾ 2025 ദൈവം നമുക്ക് സാധിപ്പിച്ചു തരുവാനിടയായി തീരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാത്തിനും വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിന് ഒരു ഉന്നമനം ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും നാം എന്നും താഴ്ക്കടയിൽ തന്നെ കിടക്കേണ്ടതായി കിടക്കുവാൻ ഇടയായി തീരും. ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കരങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നതായ ഒരു പാത്രമായി തീരുന്നുവെങ്കിൽ ആ കർത്താവിന്റെ കരങ്ങളിൽ ഒരു മാനപാത്രമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന, നിറയ്ക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു പാത്രമാക്കി സ്വർഗത്തിലെ തമ്പുരാൻ മാറ്റത്തെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, 2024 നിനക്ക് പ്രാർത്ഥന കുറവാണോ? അങ്ങനെയുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നീ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതുവർഷത്തിൽ നിനക്ക് പ്രവേശിക്കുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കി നിന്റെ ഭാരവും പ്രയാസവും നിന്റെ വേദനയും നിന്റെ രോഗവും നിന്റെ തലമുറയുടെ ആവശ്യങ്ങളും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ നീ മുഴങ്കാലം മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ 2025 നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനും നിന്റെ സമൂഹത്തിനും നിന്റെ ദേശത്തിനും നിന്റെ സഭയ്ക്കും സഭാവിശ്വാസികൾക്കും അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നല്ല പ്രഭാതത്തിനായി സ്തോത്രം. പ്രഭാതത്തിലുള്ള എന്റെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ, ദൈവവചനം കർത്താവെ ധ്യാനിപ്പാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കേട്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയനെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് നിറച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.